ഹായ് ഓൾ, വെൽക്കം ടു പ്രണോസിനിക് ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ ലേറ്റസ്റ്റായിട്ട് കണ്ട സിനിമയുടെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. വേറൊന്നുമല്ല, അരൺമണി 4. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ 4 ഭാഗങ്ങൾ ഇറങ്ങുമെന്നും ഈ സമയത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇങ്ങനൊരു സിനിമയുടെ 4 ഭാഗങ്ങളൊക്കെ ഇറങ്ങുമെന്നുള്ളത്. 2013, 2015, 2023, 2024 എന്നീ കാലഘട്ടങ്ങളിലാണ് ഈ ഒരു സിനിമയുടെ ഈ ഒരു 4 ഭാഗം വെച്ച് ഇറങ്ങിയത്. ഈ 4 ഭാഗങ്ങളും അത്യാവശ്യം മെഗാ ഹിറ്റ് കാറ്റഗറി കൂട്ടാൻ പറ്റിയ പടങ്ങളാണ്. കാരണം സുന്ദർ സിയാണ് ഇതിൻ്റെ ഡയറക്ഷൻ. കാരണം പുള്ളിയിൽ അമിതമായ പ്രതീക്ഷയാണ്. കാരണം പുള്ളി തമിഴിലെ ഒരു എപ്പിക് ഡയറക്ടറാണ്. പുള്ളി പണ്ടും ഇന്നും എടുത്ത സിനിമകളൊക്കെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നുള്ള കാര്യങ്ങളിൽ ഒരു സംശയമില്ല. കാരണം തമിഴ്നാട്ടിൽ ഈ പുള്ളിക്കാരൻ്റെ ഈ സിനിമകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരാൻ നേരത്ത് ഈ ഒരു സിനിമയ്ക്കൊന്നും അത്യാവശ്യം ഡിമാൻഡ് കിട്ടാറില്ല. പക്ഷേ അരൺമന എന്ന് പറഞ്ഞ ഫസ്റ്റ് പാർട്ടിന് അത്യാവശ്യം വൈബ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു അരമന സീരീസിനെ പോലും ഇവിടെ ഒരു വലിയ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ സിനിമ ഇന്നലെയാണ് റിലീസായ സമയത്ത് ഇവിടുത്തെ ഒരുപാട് പ്രമുഖരായ റിവ്യൂവറും കാര്യങ്ങളും ഒന്നും ഈ സിനിമയുടെ റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ കാണാൻ വേണ്ടി ഒന്നും പോയില്ല. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യം. പക്ഷേ ഇന്നോ നാളെയോ ഈ സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതെനിക്ക് സംശയമാണ്. കാരണം ഒരുപാട് വലിയ റിവ്യൂസൊക്കെ അവർക്കൊക്കെ വലിയ സിനിമകളും കാര്യങ്ങളൊക്കെ മതി. ഈ സിനിമയുടെ ഒരു വൈബോ കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അതാണ് പിന്നെ ചില പ്രേക്ഷകരൊന്നും ഈ കാറ്റഗറിയിലുള്ള പടങ്ങൾ പോലും എവിടെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് ഭയങ്കര നിരാശയാണ്. കാരണം നല്ല ഒരു ഹൊറർ എലമെൻറ്റുള്ള പടങ്ങളാണ്. പക്ഷേ ഇതൊന്നും അത്രയ്ക്കൊന്നും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇതാണ് കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു കാറ്റഗറി പടങ്ങളെ മാത്രമേ ശ്രദ്ധയുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർ അന്യഭാഷയിൽ നിന്നൊക്കെ KGF അല്ലെങ്കിൽ കാന്താരയോ പോലുള്ള പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു വൈബ് അടിക്കത്തുള്ളൂ. അതല്ലാതെ ഒരു നോർമൽ ബേസിൽ വന്ന ഒരു സിനിമകളെ പോലും ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം എത്ര കൊള്ളാമെങ്കിലും അവർ എടുക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വരുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഇന്ന് ഈ റിവ്യൂവേഴ്സ് ആരും ഇതിൻ്റെ റിവ്യൂ ചെയ്യാത്ത. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഈ അരമനയുടെ റിവ്യൂ നമുക്ക് ചെയ്യാം. ഓക്കെ, അതായത് അരമന കാറ്റഗറിയിലെ 4ാമത്തെ പടം. സുന്ദർ സി ഡയറക്ഷൻ, തമന്ന, റാഷി ഖന്ന, യോഗി ബാബു, VTV ഗണേഷ് എന്നിവരൊക്കെയാണ് പ്രധാനമായിട്ട് എത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു KGF സിനിമയിലെ മറ്റേ ഗരുഡ എന്ന് പറഞ്ഞ റോൾ വെച്ച ഒരു പുള്ളിക്കാരനകത്തൊരു റോള് ചെയ്യുന്നുണ്ട്. അതും ഒരു ഹൈലൈറ്റാണ്. സോ അത് മാത്രമല്ല, പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ സിനിമ ബേസിക്കായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മളെ കേരളത്തിലാണ്, മംഗലശ്ശേരി മനയിൽ. ഈ സ്ഥലം നമുക്ക് കണ്ട് പരിചിതമാണ്. എത്രയോ പടങ്ങളെ കാണിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ പടമായ ദേവാസുരം സിനിമയാണ് ഇതിനൊരു വൈബ് കിട്ടുന്നതും ഇതിനെ അറിയപ്പെടുന്നതും ഉള്ളതായിട്ട്. അതിന്നും ആ ഒരു പേര് അറിയപ്പെടുന്നു, മംഗലശ്ശേരി മന എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. സോ അപ്പോൾ ഇവിടെയാണ് ഈ സിനിമയുടെ മൊത്തവും ഷൂട്ടിങ്ങും കാര്യങ്ങളും ചെയ്തേക്കുന്നത്. സ്റ്റോറിയെ നോക്കിക്കഴിഞ്ഞാൽ അരമന 4 മികച്ച ഒരു സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അത് ഞാൻ വെറുതെ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നുമല്ല, കറക്റ്റായ കാര്യമാണ് പറഞ്ഞത്. സ്റ്റോറി ലൈനിൽ മികച്ചതായിരുന്നു. കാരണം അരമന ഫസ്റ്റ് പാർട്ടാണ് അരമന സീരീസിലെ ഏറ്റവും മികച്ച സിനിമ. ആ സിനിമയ്ക്ക് ഒരു 2ാം സ്ഥാനം അരമനയെ കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഈ 4ാം ഭാഗം എടുത്ത് 2ാം സ്ഥാനം കൊടുക്കാൻ വേണ്ടി പറ്റും. അത്രയ്ക്കാണ് പെർഫെക്റ്റായിട്ടാണ് ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് സുന്ദർ സി തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ലാഗുമില്ല, ഒന്നുമില്ല. സ്റ്റോറിയിലെ നമ്മൾ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ നമ്മളെ പിടിച്ചിരുത്തുള്ള കാര്യത്തിന് ഒരു ഉറപ്പും വേണ്ട. മസ്റ്റായിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് കുട്ടികൾക്ക് വേണ്ടി കൊണ്ട് കാണിക്കാൻ വേണ്ടി പറ്റിയ സിനിമയാണ് അരമന 4. മസ്റ്റായിട്ട് നിങ്ങളോട് കാണിക്കുക, വൈബ് ചെയ്യുക. സ്റ്റോറിയിലെ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നത് നല്ലൊരു ഇതിവൃത്തം പറഞ്ഞുതരാം. അതായത് ഒരു ഫാമിലി നടക്കുന്ന ഒരു സംഭവം, ഒരു ഫാമിലിയിലെ കുട്ടികളുടെ കെയറിങ് ആവുന്ന ഒരു അമ്മ. ഈ റോളാണ് തമന്ന ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അത് മുഖാന്തരം വരുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഈ സിനിമ മുന്നോട്ട് പോകണം. നമ്മുടെ ഈ ഒരു സിനിമ നോക്കുമ്പോൾ പാറ്റേൺ സെയിമാണ്. കാരണം ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു റിവഞ്ച്, ഇതാണ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മുഖാന്തരം മറ്റൊരു സീരീസ് കൂടെ ഉണ്ട്. ഇതും തമ്മിൽ ഇതാണ്ടൊക്കെ ഒരു കണക്ഷനാണ് പോയിക്കൊണ്ട്. പക്ഷേ ഇതിലും പാറ്റേണൊക്കെ തന്നെ. പക്ഷേ പാറ്റേൺ ഇങ്ങനെയാണെങ്കിലും പ്രതികാരമാണെങ്കിലും അത് സ്റ്റോറിയിൽ പറഞ്ഞ രീതിയാണ് ഡിഫറൻ്റായിട്ട് സുന്ദർ സി കൊണ്ടുവന്നിരിക്കുന്നത്. അതിനൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റും. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റാണ് സുന്ദർ സി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ സിനിമയിലും ഇപ്പം അരമന 2, 3 ആണെങ്കിലും വരുന്ന ഹോറർ എലമെൻറ്റുകൾക്കും VFXകൾക്കും മുഖ്യമായ ഒരു ചേഞ്ച് ഔട്ട് വരുത്തിയ സുന്ദർ സി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് മാത്രമേ അവതരിപ്പിക്കാറുള്ളൂ. അതൊരു പ്ലസ് പോയിൻ്റാണ് സുന്ദർ സിയുടെ. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കയ്യിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു സബ്ജക്റ്റാണ് അരൺമന എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റ്. അതിനോട് അദ്ദേഹം എന്നും നീതി പുലർത്തിയിട്ടേ ഉള്ളൂ. അത് പിന്നെ മെയിനായിട്ടും സോങ് അച്ചോ എന്ന് പറഞ്ഞ സോങ്, അച്ചച്ചോ, ഈ ഒരു സോങ്
ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സോങ്ങിലൂടെയാണ് അരമന ഫോറിന് കിട്ടിയ പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ വേറെയാണ്. ആ ഒരു പാട്ടിൽ തമന്ന, റാഷി ഖന്ന എന്നിവരും എത്തുന്നുണ്ടുള്ള കാര്യമാണ് മെയിനായിട്ട് പറയേണ്ടത്. ഈ ഒരു സിനിമയിൽ ഇവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമന്നയുടെ പെർഫോമൻസ് കിടിലം. കാരണം ഇത്ര വലിയ ഒരു നായികയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു മനസ്സാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. റാഷി ഖന്നയെ പറ്റി പറയുകയാണെങ്കിൽ റാഷി ഖന്ന കൊടുത്ത റോള് ഭംഗിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. സുന്ദർ സി അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്ന് ചെയ്തിരിക്കുന്നത്. എല്ലാ എലമെൻറ്റ് ഹോറർ എലമെൻറ്റും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. നമുക്ക് കാണാൻ വേണ്ടി പറ്റാണ്. VFX കാര്യങ്ങളൊക്കെ ഗ്രേറ്റ് ആയിരുന്നു. തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ പക്ക ഒരു ഇൻട്രസ്റ്റിംഗ് VFX ആയിരിക്കും. അതൊരു മറ്റൊരു സത്യം. പിന്നെ ഈ ഒരു സിനിമ പരിഗണിക്കേണ്ട പടം തന്നെയാണ്. ചില ആൾക്കാരുണ്ട് അയ്യോ ഇതങ്ങനെയില്ലേ അതിങ്ങനെ നമ്മൾ കാണാതെ പോകുന്ന ആൾക്കാർ, അവരോടൊക്കെ പുച്ഛം മാത്രം. കാരണം എല്ലാ സിനിമയും നമ്മൾ പരിഗണിക്കുക, കാണുക, അതിനെ ഒന്നും നെഗറ്റീവ് പറയും. കാരണം ഒരുപാട് പേരുടെ സ്വപ്നമാണ് സിനിമ തുറന്നത്. കൊള്ളാത്ത സിനിമയാണെങ്കിൽ നമുക്ക് മോശമൊന്നും വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ ഇത് നല്ലൊരു സിനിമേനെ അടിച്ചടുത്ത രീതിക്കൊന്നും ആവരുത് നമ്മളെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം കേരളത്തിലെ റിവ്യൂവേഴ്സ് ഏറ്റെടുക്കാത്ത ഈ ഒരു സിനിമ ഞാനിവിടെ റിവ്യൂ ചെയ്യുകയാണ്. ഇതാണ് എനിക്ക് പറയേണ്ടത്. നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. അതുമാത്രമല്ല ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കോമഡി, പെർഫോമൻസ്, ഹൊറർ എഫക്റ്റ്, VFX 100% പെർഫെക്റ്റാണ്. തമന്നയുടെ പെർഫോമൻസ് നമ്മൾ കാണണം. കാരണം ആസ് എൻ ആക്ട്രസ് അവർ 100% കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അത്രയ്ക്കുണ്ട് അവരുടെ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ. ഒരു കോമ്പറ്റീഷൻ സീനൊക്കെ സൂപ്പറാണ്. പിന്നെ അത് മാത്രമല്ല മാളികപ്പുറം എന്ന സിനിമയിൽ കൂടെ നമുക്ക് പരിചയമായ ദേവനന്ദ എന്ന് പറഞ്ഞ കുട്ടിയും കൂടെ ഈ റോൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നന്നായിരുന്നു. ആ കുട്ടിയുടെ ഒരു മാനറിസം കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. സോ ഇതാണ് അരമന ഫോറിനെ പറ്റി പറയേണ്ട റിവ്യൂവും കാര്യങ്ങളൊക്കെ. മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ് അരമന 4. നിങ്ങൾക്ക് അരമന സീരീസിലെ ഏതെങ്കിലും ഒരു പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ഒരു പടം കണ്ടില്ലെങ്കിൽ ഇന്ന് കാണാൻ അവസരമാണ് ഉണ്ടാക്കിയത്. കാരണം ഇന്ന് ഇതിൻ്റെ ഒരു 5ാം ഭാഗം ഉണ്ടാകുമോ എന്നുപോലെ സംശയമുണ്ട്. കാരണം ക്ലൈമാക്സിൽ അടുക്കുമ്പോൾ ഈ അരമന 4 ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. സോ അപ്പം നിങ്ങൾക്ക് ഇനി ഒരു 5ാം ഭാഗം ഉണ്ടെന്ന് അറിയത്തില്ല, എന്നാലും വെയിറ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് അരമന 4നെ പറ്റി പറയുന്നത്. മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്റർ തന്നെ പോയി കാണണം. അത്രയ്ക്കുണ്ട് ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ. ഒരിക്കലും ഒരു നിരാശപ്പെടുത്തി നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റില്ല. ഇതാണ് അരമന 4നെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതാണ് അരമന 4ൻ്റെ റിവ്യൂ. അപ്പം നിർത്തുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും. ഇസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സിനിമ ഇഷ്ടം വന്നിരിക്കും. ഇസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.